അപ്പോൾ പലതരത്തിൽ നമ്മൾ മപ്പാസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വെജിറ്റബിൾ മപ്പാസിൻ്റെ റെസിപ്പി കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. വെജിറ്റബിൾ മപ്പാസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏത് വെജിറ്റബിൾസ് ഉപയോഗിക്കാം. ഞാനിന്ന് ഉപയോഗിക്കുന്നത് പൊട്ടാറ്റോ, ക്യാരറ്റും പീസും വെച്ചിട്ടാണ്. അതുകൂടാതെ നമുക്ക് ബീൻസ്, കോളിഫ്ലവർ ഒക്കെ വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പാൻ ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർക്കാം. ചൂടായ എണ്ണയിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ വഴറ്റിയെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കാം. ഞാൻ എടുത്തേക്കുന്നത് ഒരു 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, അത് എരിവില്ലാത്ത പച്ചമുളകാണ്, 8 വെളുത്തുള്ളി ഉണ്ട്, അതേപോലെ 8 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ അല്ലി ചുമന്നുള്ളിയാണ്. ഇനി ഇതിലേക്ക് മസാലകളും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കാം. വെള്ളത്തിന് പകരം ഞാൻ ഇപ്പോൾ 2ാം പാല്, തേങ്ങാപ്പാൽ ചേർക്കുകയാണ്. ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. 2ാം പാല് ചേർത്തു. അതിൻ്റെ കൂടെ തന്നെ ഒരു ടൊമാറ്റോ, ഒരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോയും കൂടെ ഈ കൂടെ തന്നെ ചേർക്കുകയാണ്. ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇതേപോലെ പേസ്റ്റ് ആക്കി എടുത്തു. സവാള വഴറ്റുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ബ്രൗൺ ആക്കി എടുക്കാം. ഇപ്പം സവാളയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കാരമലൈസ്ഡ് ആയി വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജായി ഈ സമയത്ത് നമുക്ക് മസാല ചേർക്കാം. പരപ്പും ടൊമാറ്റോയും എല്ലാം കൂടെയാണ്. നമുക്ക് പച്ചമുളകിൻ്റെയും വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. എണ്ണ തെളിഞ്ഞ് വരണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം ഒരു 5-6 മിനിറ്റ് സമയം എടുക്കും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എണ്ണയൊക്കെ തെളിഞ്ഞ് കിടക്കുന്നതാണ്. അപ്പം മസാല നന്നായിട്ട് റോസ്റ്റഡ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് പൊട്ടാറ്റോ ചേർക്കാം. പൊട്ടാറ്റോ ഇതുപോലെ ക്യൂബ് ചെയ്തെടുത്തേക്കുന്നതാണ്. 2 മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ ആണ്. മെഷറിംഗ് കപ്പിൽ മെഷർ ചെയ്ത് നോക്കിയാൽ 1.5 കപ്പ് പൊട്ടാറ്റോ. പൊട്ടാറ്റോ തന്നെ ചേർത്ത് കുറച്ച് നേരം ഒന്ന് വഴറ്റുക. പൊട്ടാറ്റോ ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് വഴറ്റിയ ശേഷം ഇതിലേക്ക് ക്യാരറ്റ് ചേർക്കാം. ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ്. ഇനി ഇതിലേക്ക് 2ാം പാല് ചേർത്ത് വേവിക്കും. ഒരു കപ്പ് 2ാം പാല് ചേർത്തു. ഇനി ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തിട്ട് വേവിക്കും. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. വേണമെങ്കിൽ പിന്നീട് ടേസ്റ്റ് നോക്കിയിട്ട് വേറെ ചേർക്കാം. അപ്പം നല്ലൊരു തിള വന്ന് കഴിയുമ്പോൾ തീ കുറച്ച് വെക്കുക. എന്നിട്ട് അടച്ച് ലോ ഫ്ലെയിമിൽ പൊട്ടാറ്റോസും ക്യാരറ്റും നന്നായിട്ട് വരുന്നവരെ കുക്ക് ചെയ്യാം. നമ്മൾ തീ കുറച്ച് ഒരു 15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. ഇനി ചെക്ക് ചെയ്യാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നേക്കുന്നത് കാണാം. ഗ്രേവിയൊക്കെ അത്യാവശ്യം വറ്റി. പൊട്ടാറ്റോ കുക്ക്ഡായെന്ന് നോക്കാം. പൊട്ടാറ്റോ നല്ലതായിട്ട് കുക്ക്ഡാണ്. ഇനി നമുക്കിതിലേക്ക് ഗ്രീൻ പീസ്, ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസാണ് ചേർക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജ് നമ്മൾ ചേർക്കുന്നത്. ഫ്രോസൺ ഗ്രീൻ പീസ് നമ്മളൊരു 1/2 കപ്പ് ചേർത്തു.
ഇനി വീണ്ടും അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യും. ഗ്രീൻ പീസ് ഇട്ട ശേഷം ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്തു. ടേസ്റ്റ് ചെയ്തപ്പോൾ ഇച്ചിരി ഉപ്പിനൊരു കുറവ് തോന്നി. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുകയാണ്. ഇനി നമുക്ക് 1/4 പാൽ ചേർക്കാറായി. ഒരു 3/4 കപ്പ് 1/4 പാൽ ചേർക്കാം. ഇനി ഒന്ന് ചൂടായാൽ മാത്രം മതി, തിളയ്ക്കേണ്ട ആവശ്യമില്ല. തിളച്ച് കഴിഞ്ഞാൽ പിരിയും. നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ ഓഫ് ചെയ്യാം. അടുത്തായിട്ട് കടുക് വറക്കാനായിട്ട് നെയ്യിലാണ് കടുക് പൊട്ടിക്കുന്നത്. 1 ടീസ്പൂൺ നെയ്യ് ചൂടാക്കാം. 1-2 ടീസ്പൂൺ നെയ്യ്, 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ചുവന്നുള്ളി, ഒരു 3 ചുവന്നുള്ളി നീളത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു വറ്റൽമുളക് കീറിയൊന്നിടാം. മപ്പാസിലേക്ക് ഒഴിക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. സെർവിങ് ബോളിലേക്ക് മാറ്റാം. നമ്മൾ ഈ ഒരു തിക്നെസ്സിലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇച്ചിരി അയവ് വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചാൽ മതി. നമ്മൾ 3/4 കപ്പ് തിക്ക് മിൽക്ക് ഒഴിച്ചതിന് പകരം 1 കപ്പൊക്കെ ഒഴിച്ചാൽ ഒന്നുകൂടെ ആയിട്ട്. നമ്മളിന്ന് ഉണ്ടാക്കിയേക്കുന്ന വെജിറ്റബിൾ കുർമ ഒരു 4 പേർക്കൊക്കെ സെർവ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ്. ഇത് ചപ്പാത്തി, പറാട്ട, പൂരിയുടെ കൂടെ ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺഡ് ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.